ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് എക്കണോമിക്സിലെ സെക്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിനെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ്. ലെറ്റ് us look at these pictures. You will find that people are engaged in various economic activities. Some of theirs are activities producing goods. Some others are producing services. These activities are happening around us every minute, even as we speak. How do we understand these activities? One way of doing this is to group them, classify them using some important criteria. These groups are also called sectors. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് പലതരത്തിലുള്ള ജോലികൾ ചെയ്താണ് ആൾക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ചിലവരെന്ത് ചെയ്യും, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നിർമ്മിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കും. അങ്ങനെയായിരിക്കും എന്താണ് ആൾക്കാർ എക്കണോമി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എക്കണോമിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഓരോ ഗ്രൂപ്പ് ആക്കിയാണ് പഠിക്കുന്നത്. അതിനാണ് നമ്മൾ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. There are many activities that are undertaken by directly using natural resources. Take for example the cultivation of cotton. It takes place within a crop season. For the growth of the cotton plant, we depend mainly but not entirely on natural factors like rainfall, sunshine and climate. The product of this activity, cotton, is a natural product. Similarly, in the case of an activity like dairy, we are dependent on the biological process of the animal and availability of fodder. The product here, milk, also is a natural product. Similarly, minerals and ores are also natural products. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സിനെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോട്ടൺ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ കോട്ടൺ ക്രോപ്സ് വളർത്തി നമ്മൾ കോട്ടൺ എടുക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ നേച്ചറിൽ നിന്നാണ് അതെടുക്കുന്നത്. നമ്മൾ എൻ്റെയർ ആയിട്ടല്ലെങ്കിലും മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന നേച്ചറിനെയാണ്. അതിൻ്റെ റെയിൻഫോളും സൺഷൈനും ക്ലൈമറ്റും ഒക്കെ ഉപയോഗിച്ചാണ് ആ കോട്ടൺ പ്ലാന്റ് വളരുന്നത്. ആ സീസണിൽ ആ കോട്ടൺ പ്ലാന്റ് വളരുന്നത്, കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഡയറി ഫാം, അല്ലെങ്കിൽ ഇതാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്താണ് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അതൊരു നാച്ചുറൽ ഒരു റിസോഴ്സിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിനറൽസ്, ഓൾസ് അതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഈ മിനറൽസ് നമ്മൾ ഈ ഭൂമിക്ക് അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതൊക്കെ അതും നാച്ചുറൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതൊരു നാച്ചുറൽ റിസോഴ്സാണ്. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് ദ പ്രൈമറി സെക്ടർ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി സെക്ടർ എന്ന് പറയാം. നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് നമ്മൾ കിട്ടുന്ന ആ ഒരു പ്രൊഡക്ട്സിനെ നമുക്ക് പ്രൈമറി സെക്ടറിന് തരംതിരിക്കാം. വൈ പ്രൈമറി? This is because it forms the base for all other products that we subsequently make. അപ്പോൾ ഇതിനെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്നാണ്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സിൽ നിന്നാണ് ബാക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. സിൻസ് മോസ്റ്റ് ഓഫ് ദ നാച്ചുറൽ പ്രോഡക്ട്സ് we get are from agriculture, dairy, fishing, forestry. This sector is also called agriculture and റിലേറ്റഡ് സെക്ടർ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ നാച്ചുറൽ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ എങ്ങനെയാണ് അഗ്രികൾച്ചറിൽ നിന്നും, ഡയറിയിൽ നിന്നും, പശു വളർത്തുക, അതുപോലെ തന്നെ ഫിഷിംഗ്, ഫോറസ്ട്രി, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, നാച്ചുറൽ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്ടറിനെ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ എന്ന് പറയാം. ദ സെക്കൻഡറി സെക്ടർ കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് into other forms through ways of manufacturing that we associate with industrial activity. ഇപ്പോൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറൽ റിസോഴ്സിനെ ഉപയോഗിച്ച് അതിനെ തരം മാറ്റി വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയിലൂടെയൊക്കെ അസോസിയേറ്റ് ചെയ്ത് വേറെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രൈമറി സെക്ടർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറാണ്. The product is not produced by nature but has to be made, and thereof some process of manufacturing is essential. അപ്പോൾ സെക്കൻഡറി സെക്ടറെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നാച്ചുറലിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നതല്ല, പക്ഷേ നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. ദിസ് കുഡ് ബി ഇൻ എ ഫാക്ടറി, എ വർക്ക്ഷോപ്പ് ഓർ അറ്റ് ഹോം. ഇത് ചിലപ്പോൾ ഫാക്ടറിയിലായിരിക്കാം, വർക്ക്ഷോപ്പിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, യൂസിങ് കോട്ടൺ ഫൈബർ ഫ്രം ദ പ്ലാന്റ് വി സ്പിൻ യാൺ ആൻഡ് വീവ് ക്ലോത്ത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഈ കോട്ടൺ നമുക്ക് കിട്ടുന്നു, അതൊരു നാച്ചുറൽ റിസോഴ്സാണ്. അപ്പോൾ ആ കോട്ടൺ ഫൈബർ കൊണ്ട് നമ്മൾ തുണി നെയ്തെടുക്കുന്നു.
അത് ഒരു സെക്കൻഡറി സെക്ടറാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി പ്രൊഡക്റ്റാണെന്ന് നമുക്ക് പറയാം. നാച്ചുറൽ അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡക്റ്റായ കോട്ടൺ ഫൈബർ ഉപയോഗിച്ച് നമ്മൾ നെയ്തെടുക്കുന്ന തുണി എന്ന് പറയുന്നത് സെക്കൻഡറി സെക്ടറിൽപ്പെട്ടതാണ്. യൂസിങ് ഷുഗർ കെയിൻ ആസ് എ റോ മെറ്റീരിയൽ വി മേക്ക് ഷുഗർ ഓർഗർ. അപ്പോൾ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷുഗർ കെയിൻ നമ്മൾ അഗ്രികൾച്ചർ ചെയ്ത് ഷുഗർ കെയിൻ എടുത്തത് ഉപയോഗിച്ച് നമ്മൾ എന്താണ് ഷുഗർ ഉണ്ടാക്കുന്നു, അതും സെക്കൻഡറി സെക്ടറിൽ പെട്ടതാണ്. വി കൺവേർട്ട് എർത്ത് ഇൻ ടു ബ്രിക്ക് ആൻഡ് യൂസ് ബ്രിക്സ് ടു മേക്ക് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ മണ്ണൊക്കെ ഉപയോഗിച്ച് ബ്രിക്സ് ഉണ്ടാക്കുന്നു, ആ ബ്രിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ബിൽഡിങ്സും ഹൗസസും ഒക്കെ നിർമ്മിക്കുന്നു. ഇതും നമുക്ക് സെക്കൻഡറി സെക്ടറായിട്ട് കൺവേ ചെയ്യാം. സിൻസ് ദിസ് സെക്ടർ gradually becomes associated with the different kinds of industries that came up, it is also called as industrial sectors. അപ്പോൾ ഈ സെക്ടർ എന്താണ്, ഇൻഡസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും സെക്കൻഡറി സെക്ടറിനെ നമുക്ക് പറയാം. ഇപ്പോൾ പ്രൈമറി സെക്ടറിനെ നമുക്ക് എന്തെന്ന് പറയാം, അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ എന്ന് പറയാം. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയാം. ആഫ്റ്റർ പ്രൈമറി ആൻഡ് സെക്കൻഡറി there is a third category of activities that falls under tertiary sector. പ്രൈമറി സെക്കൻഡറി സെക്ടർ അല്ലാതെ വേറൊരു വിഭാഗമുണ്ട്, അതിനെയാണ് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ എബോവ് ടു. അപ്പോൾ ഈ ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറിയേക്കാളും സെക്കൻഡറിയേക്കാളും വളരെ ഡിഫറൻ്റ് ആയ ഒരു സെക്ടറാണ്. ദീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. ഇത് പ്രൈമറി സെക്കൻഡറി സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സെക്ടറിനെയാണ് നമ്മൾ ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. These activities by themselves do not produce a good, but they are an aid or a support for the production process. അപ്പോൾ ഈ ഒരു സെക്ടർ ഡയറക്റ്റായിട്ട് ഗുഡ്സോ അങ്ങനെയുള്ള സർവീസസോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അതെന്താണ്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ പ്രൈമറി സെക്ടറിനെ സെക്കൻഡറി സെക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. For example, goods that are produced in a primary or secondary sector would need to be transported by trucks or trains and then sold in the wholesale and retail shops. At times, it may be necessary to store these in godowns. We also may need to talk to others over telephone or send letters or borrow money from banks to help production and trade. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൈമറി സെക്ടറിലോ സെക്കൻഡറി സെക്ടറിലോ നിർമ്മിച്ച ഒരു കാര്യത്തിനെ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാൻ ട്രക്സിലൊക്കെ കയറ്റി ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പിൽ കൊണ്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില സമയത്ത് ഗോഡൗൺസ് സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, ടെലിഫോൺ വഴിയോ ലെറ്റേഴ്സ് വഴിയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പൈസയൊക്കെ ബോറോ ചെയ്യേണ്ടി വരും, ബാങ്കിൽ നിന്നൊക്കെ ബോറോ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. Transport, storage, communication, banking, trade are some examples of tertiary activities. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പോർട്ടും സ്റ്റോറേജും കമ്മ്യൂണിക്കേഷനും ബാങ്കിങ്ങും ട്രേഡും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ്, പ്രൈമറിയെ സെക്കൻഡറിയെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് ടെറിഷറി ആക്ടിവിറ്റീസ്. സിൻസ് ദീസ് ആക്ടിവിറ്റീസ് ജനറേറ്റ് സർവീസസ് റാദർ ദാൻ ഗുഡ്സ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഗുഡ്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പകരം സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ടെറിഷറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് ദ സർവീസ് സെക്ടർ. അതുകൊണ്ട് തന്നെ ഈ ടെറിഷറി സെക്ടർ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ ആൾസോ ഇൻക്ലൂഡ്സ് some essential services that may not directly help in the production of goods. For example, we require teachers, doctors and those who provide personal services such as washermen, barbers, cobblers, lawyers and people to do administrative and accounting works. ഇപ്പോൾ സർവീസ് സെക്ടറിൽ പെടുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ ആൾക്കാർ എന്താണ്, ഡയറക്റ്റായിട്ട് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഡോക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വാഷർമാൻ, ബാർബേഴ്സ്, കോബ്ലേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻ റീസെൻറ്റ് ടൈംസ് certain new services based on information technology such as internet cafe, ATM booths, call centers, software companies etc. have become important. അപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ കുറച്ച് ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയ സർവീസസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇൻ്റർനെറ്റ് കഫേ, ATM ബൂത്ത്സ്, കോൾ സെൻറ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. കമ്പനീസ് കമ്പയറിംഗ് ദി ത്രീ സെക്ടേഴ്സ്. The various production activities in primary, secondary and tertiary sector produce a very large number of goods and services. Also, the three sectors have a large number of people working in them to produce them goods and services. The next step therefore is to see how much goods and services are produced and how many people work in each sector.
In an economy, there could be one or more sectors which are dominant in terms of total production and employment, while other sectors are relatively small in size. How do we count the various goods and services and know the total production in each sector? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സിൽ എന്തുമാത്രം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം റിസോഴ്സസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വീക്ഷിക്കാൻ പോകുന്നത്. With so many thousands of goods and services produced, you might think this is an impossible task. Not only would the task be enormous, you might also wonder how we can add up cars and computers and nails and furnitures if don't make sense. ഇപ്പോൾ എന്താണ്, നമ്മുടെ ചുറ്റും തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊന്ന് തരംതിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല, അല്ലെങ്കിൽ പോസിബിൾ അല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യാനും ആഡ് ചെയ്യാനും കാണും. കാർസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ്, നെയിൽസ്, ആണികൾ, അല്ലെങ്കിൽ ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പോസിബിൾ അല്ല എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. യു ആർ റൈറ്റ് ഇൻ തിങ്കിങ് സോ. ടു ഗെറ്റ് അറൌണ്ട് ദിസ് പ്രോബ്ലം, എക്കണോമിക്സ് സജസ്റ്റ് ദാറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി റാദർ ദാൻ ആഡിങ് അപ്പ് ദ ആക്ച്വൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് 10,000 kilograms of wheat is sold at 20 per kilogram, the value of wheat will be 2 lakhs. The value of 5,000 coconut at rupees 15 per coconut will be 75,000. Similarly, the value of goods and services in 3 sectors are calculated and then added up. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, എക്കണോമിസ്റ്റ് കൊണ്ടുവന്ന നയം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് ആഡ് ചെയ്തിട്ട് അത് മൊത്തത്തിൽ ആ സെക്ടറിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൂട്ടുക, അങ്ങനെയുള്ളൊരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 10,000 kilogram വീറ്റ് 1 കിലോയ്ക്ക് 20 രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 lakhs rupees ആണ്. അതുപോലെ തന്നെ ഇതാണ് 5,000 കോക്കനട്ട്സ് സെല് ചെയ്യുന്നുണ്ട്, ഒരെണ്ണത്തിന് 15 രൂപ വെച്ചാണ് സെല് ചെയ്യുന്നത്, അപ്പോൾ 75,000 രൂപ. അങ്ങനെ ആ പലതരത്തിലുള്ള വാല്യൂസിനെ കൂട്ടി, ആ സെക്ടറിൽ വരുന്ന പലതരത്തിലുള്ള വാല്യൂസിനെ കൂട്ടിയാണ് അത് കണ്ടെത്തുന്നത്. Remember, there is one precaution one has to take. Not every good or services that is produced and sold needs to be counted. It makes sense only to include a final goods and services. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാ ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കേണ്ട, പക്ഷേ ആ ഫൈനൽ ഗുഡ്സ്, അവസാനം നിലനിൽക്കുന്ന അല്ലെങ്കിൽ സർവീസസിൻ്റെയൊക്കെ വാല്യൂ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് ദ ഫാമർ ഹൂ സെൽസ് വീറ്റ് ടു എ ഫ്ലോർ മിൽ ഫോർ 20 per kilogram. The mill grinds the wheat and sells the flour to a biscuit company at rupees 25 per kilogram. The biscuit company uses the flour and things such as sugar and oil to make 4 packets of biscuits. It sells biscuits in the market to the consumers for rupees 80. Biscuits are the final goods that reach the consumers. അത് എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഫൈനൽ ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കർഷകൻ അയാളുടെ കയ്യിലുള്ള ഗോതമ്പ് 20 രൂപയ്ക്ക് ഒരു ഫ്ലോർ മില്ലിൽ കൊണ്ട് വിൽക്കുകയാണ്. ആ ഫ്ലോർ മില്ലുകാരൻ എന്ത് ചെയ്യുന്നു, അത് പൊടിച്ച് ബിസ്ക്കറ്റ് കമ്പനിക്ക് 25 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ആ ബിസ്ക്കറ്റ് കമ്പനിക്കാരൻ എന്ത് ചെയ്യുന്നു, അതും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് 4 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കി വിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ബിസ്ക്കറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ വേണം കൂട്ടിയെടുക്കാൻ, അല്ലാതെ ആദ്യമേ ആ വീറ്റ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വീറ്റിൻ്റെ വാല്യൂ അല്ല കൂട്ടിയെടുക്കേണ്ടത്. Why are only final goods and services counted? In contrast to final goods, goods such as wheat and the wheat flour in this example are intermediate goods. Intermediate goods are used in the product producing final goods and services. The value of the final goods already includes the value of the intermediate goods that are used in making the final good. ഇങ്ങനെ ഫൈനൽ ഗുഡ്സ് മാത്രമേ കൗണ്ട് ചെയ്യാനുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ കേസിൽ ഇവിടെ പറയുന്ന വീറ്റ് അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് എന്താണ്, ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റേ 2 ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആയാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആയിട്ട് ആ ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ ആ ഫൈനൽ പ്രൊഡക്റ്റ് ഈ ബിസ്ക്കറ്റിൻ്റെ പ്രൈസിനകത്ത് ഈ ഫ്ലോറിൻ്റെയൊക്കെ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് 2 പ്രാവശ്യം കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഫൈനൽ പ്രൊഡക്ട്സ് മാത്രമേ കൂട്ടേണ്ടി ഉള്ളൂ എന്ന് പറയുന്നത്. Hence the value of rupees 80 for the biscuits already includes the value of the flour. Similarly, the value of all other intermediate goods would have been included. To count the value of the flour and wheat separately is therefore not correct, because then we would be counting the value of the same thing a number of times.
അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ പൈസയും കൂടെ കൂട്ടുകയാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ 2-3 തവണ കൂട്ടിയതുപോലെ ആയിപ്പോകും. ഫസ്റ്റ് ആസ് വീറ്റ്, ദെൻ ആസ് ഫ്ലോർ, ആൻഡ് ഫൈനലി ആസ് ബിസ്ക്കറ്റ്. The value of final goods and services produced in each sector during a particular year provides the total production of the sector for that year. അപ്പോൾ ആ ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സെക്ടറിലെ ഫൈനൽ ഗുഡ്സിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ആ വാല്യൂ ആണ് ആ സെക്ടറിൻ്റെ ആ ഒരു വർഷത്തെ പ്രൊഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ദ സം ഓഫ് ദ പ്രൊഡക്ഷൻ ഇൻ 3 സെക്ടേഴ്സ് ഗീവ്സ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ 3 സെക്ടറിലെയും പ്രൊഡക്ഷൻ്റെ സം ആണ് കിട്ടുന്നത് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് വിത്തിൻ എ കൺട്രി. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒരു കണക്കാണ്, അല്ലെങ്കിൽ മൊത്തം കണക്കാണ് എന്തെന്ന് പറയുന്നത് GDP എന്ന് പറയുന്നത്. അപ്പോൾ ഒരു GDP, ഒരു നാഷണൽ GDP ആണ്, അത് എത്രത്തോളം ആ എക്കണോമി ബിഗ് ആണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. In India, the mammoth task of measuring GDP is undertaken by a central government ministry. This ministry, with the help of various government departments of all Indian states and union territories, collect the information relating the total value of goods, volume of goods and services, and their prices, and then estimates the GDP. അപ്പോൾ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് അതുപോലെ വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് ഒരു സെൻട്രൽ മിനിസ്ട്രിയാണ് ഈ പർപ്പസ് ചെയ്യുന്നത്. സ്റ്റേറ്റുമായിട്ടും അങ്ങനെയുള്ള ഗവൺമെൻറ് മറ്റുള്ള ബാക്കി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കണക്ട് ചെയ്ത് അവരെന്ത് ചെയ്യും, ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വോളിയം ഒക്കെ എടുത്ത് അതിൻ്റെ പ്രൈസസ് ഒക്കെ കണക്ക് കൂട്ടി അവസാനം GDP കണ്ടെത്തും. Historical change in sectors. Generally, it has been noted from the histories of many now developed countries that at initial stages of development, primary sector was the most important sector of the economic activity. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്കണോമിക്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ ആയിരുന്നു. As the methods of farming changed and agriculture sector began to prosper, it produced much more food than before. Many people could now take up other activities. There were increasing number of craft person and traders. Buying these and selling activities increased many times. Besides, there were also transporters, administrators, army, etc. However, at this stage, most of the goods produced were natural products from the primary sector, and the most people were also employed in this sector. അപ്പോൾ എന്താണ് ഈ ഫാമിംഗ് മാറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ പ്രോസ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ജനങ്ങൾ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. Over a long time, more than 100 years, and especially because new methods of manufacturing were introduced, factories came up and started expanding. അപ്പോൾ ഒരു 100 വർഷത്തോളമായിട്ട് ഈ ഫാക്ടറീസൊക്കെ വന്നുകൊണ്ട് തന്നെ പുതിയ മാനുഫാക്ചറിങ് മെത്തേഡ്സൊക്കെ അഡോപ്റ്റ് ചെയ്യുകയും അത് എക്സ്പാൻഡ് ചെയ്യാനും തുടങ്ങി. Those people who had earlier worked on farms now began to work on factories in large numbers. പണ്ട് ഫാമിൽ വർക്ക് ചെയ്തവർ ഇന്ന് ഫാക്ടറീസ് വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. They were forced to do so. As you read in history chapters, people began to use many more goods that are produced in factories at cheap rates. അപ്പോൾ കാലം മാറിയതിനനുസരിച്ച് ജനങ്ങൾ കൂടുതൽ ചീപ്പ് പ്രൊഡക്ട്സ്, ഫാക്ടറീസ് ഉണ്ടാക്കിയ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ തുടങ്ങി. Secondary sector gradually becomes the most important in the total production and employment. Hence, over a time shift had taken place. This means that the importance of the sector had changed. അപ്പോൾ എന്താണ് ആ കാലഘട്ടത്തിൽ സെക്കൻഡറി സെക്ടറിന് കൂടുതൽ പ്രോമിനൻസ് ഉണ്ടായി. ഇൻ ദ പാസ്റ്റ് 100 years, there has been further shift from secondary to tertiary sector in developed countries. അപ്പോൾ ഈ കഴിഞ്ഞ 100 വർഷത്തിൽ ഈ സെക്കൻഡറി സെക്ടറിൽ നിന്നും ഇമ്പോർട്ടൻസ് ടെറിഷറി സെക്ടറിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. The service sector has become the most important in terms of total production. Most of the working people are also employed in this sector, service sector. This is the general pattern observed in developed countries. What is the total production and employment in 3 sectors in India? Over the years have been changes similar to the pattern observed in the developed countries. We shall see in the next section. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ കാര്യമാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഗ്രാഫ് 1 ഷോസ് the production of goods and services in 3 sectors. This shown for 2 years 1973-74 and 2013-2014. അപ്പോൾ ഇവിടെ നമുക്ക് മാപ്പ് തന്നിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടറിൻ്റെ മാപ്പാണ് ഇന്ത്യയുടെ തന്നിരിക്കുന്നത്. GDPയിൽ നോക്കുമ്പോൾ 1973-74 വരുമ്പോൾ ആ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2013-14 എന്താണ്
പ്രൈമറി സെക്ടർ അത്രത്തോളം ഡെവലപ്ഡ് ആയില്ല, അത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡറി പ്രൈമറിയേക്കാളും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെർഷറി സെക്ടറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ 1973 നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് പ്രൈമറി സെക്ടറായിരുന്നു. Rising importance of the tertiary sector in production. Over the 40 years between 1973 and 74 and 2013 and 14, while production in all these three sectors had increased, it has increased the most in the tertiary sector. As a result, in the year 2013-14, the tertiary sector has emerged the largest producing sector in India, replacing the primary sector. അപ്പോൾ 1973 മുതൽ 73-74 കാലഘട്ടം മുതൽ 2013-14 കാലഘട്ടം വരെയുള്ള 40 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ടെർഷറി സെക്ടറിൻ്റെ ഒരു വലിയ വളർച്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ സെക്ടറും വളർന്നു, എസ്പെഷ്യലി ടെർഷറി സെക്ടർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2013-14 ടെർഷറി സെക്ടർ ഏറ്റവും കൂടുതൽ GDP പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ടറായിട്ട് മാറി. Why is the tertiary sector becoming so important in India? There could be several reasons. First, in any country, several services such as hospital, educational institutions, post and telegraph services, police station, courts, village administrative offices, municipal corporations, defense, transports, banks, insurance companies, etc. are required. These can be considered as basic services. In a developing country, the government has to take responsibilities for the production of these sectors. ഓഫ് ദീസ് സർവീസസ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യം എടുത്ത് നോക്കിയാലും അവിടെ ഹോസ്പിറ്റലിൻ്റെയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പോസ്റ്റിൻ്റെയും ടെലിഗ്രാഫ് സർവീസിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും കോർട്സിൻ്റെയും വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഗവൺമെൻറ്റാണ് നോക്കുന്നത്. സെക്കൻഡ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ലെഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട്, ട്രേഡ്, സ്റ്റോറേജ് ആൻഡ് ദ ലൈക്ക് ആസ് വി ഹാവ് ഓൾറെഡി സീൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും വളരുന്നതോടുകൂടി തന്നെ ട്രാൻസ്പോർട്ടും ട്രേഡും സ്റ്റോറേജിൻ്റെയൊക്കെ ആവശ്യകത കൂടുകയും അതിൻ്റെ ഗ്രാജുവലായിട്ട് ടെർഷറി സെക്ടർ വളരുകയും ചെയ്യും. Third, as income level rise, certain sections of the people start demanding many more services like eating out, tourism, shopping, private hospitals, private schools, professional training, etc. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻകം ലെവൽ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കൂടുതൽ ഡിമാൻഡ്സ് വരും. അതായത് ടൂറിസം, ഷോപ്പിംഗ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള കൂടുതൽ ഡിമാൻഡ്സ് വരികയും അതിലേക്ക് തിരികുകയും ചെയ്യും, എസ്പെഷ്യലി ബിഗ് സിറ്റീസിൽ. Fourth, over the past decade or so, certain new services such as those based on information and communication technology have become important and essential. The production of these sectors has been rising rapidly. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കാലഘട്ടമായിട്ട് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഗ്രോത്ത് വരികയും അതൊരു വലിയൊരു സെക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു എസെൻഷ്യൽ എലമെൻ്റായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. However, you must remember that not all the service sector is growing equally well. Service sectors in India employs many different kinds of people. At one end, there are limited number of services that employs highly skilled and educated workers. At the other end, there are very large number of workers engaged in services like small shopkeepers, repair persons, transport persons, etc. These persons barely manage to earn a living, and yet they perform these services because no alternative opportunities to work are available to them. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സർവീസ് സെക്ടേഴ്സിൽ എല്ലായിടത്തും ഒരുപോലത്തെ ഗ്രോത്ത് ഒന്നും ഇന്ത്യയിൽ കാണാൻ പറ്റത്തില്ല. ചില സെക്ടേഴ്സ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഹൈലി സ്കിൽഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സിന് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ മറ്റത് ഒരുപാട് വർക്കേഴ്സുള്ള അത്രയ്ക്കും ഒരു സ്പെഷ്യൽ സ്കിൽസ് വേണ്ടാത്ത കുറേ സർവീസ് സെക്ടേഴ്സും ഉണ്ട്. Where are the most of the people employed? Graph 2 represents the percentage share of the three sectors in GDP. Now we can directly see the changing importance of the sectors over 40 years. One day small shift of our primary sector happened in the case of employment. It is because not enough jobs were created in the secondary and tertiary sectors. Even though individual output for the production of goods went up by more than 9 times during the period, employment in the industry went up by around 3 times. The same applied to the tertiary as well. While production in the service sector rose by 14 times, employment in the service sector rose up around 5 times. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിൻ്റെ കണക്ക് പ്രകാരം ഇപ്പോഴും ആൾക്കാർ കൂടുതൽ വരും പ്രൈമറി സെക്ടറിലേക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി നിർബന്ധരാകുകയാണ്. As a result, more than half of the workers in the country are working in the primary sector, mainly in agriculture, producing only about 1/6 of the GDP. In contrast to this, the secondary and tertiary sectors produce the rest of the produce where they employ about half
the people. Does this mean that the workers in agriculture are not producing as much as they could? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ 50% ആൾക്കാരും പ്രൈമറി സെക്ടറിലാണ്, പ്രധാനമായിട്ടും അഗ്രികൾച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു GDPയുടെ 1/6 മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്കൊണ്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ടെർഷറി സെക്ടറും കൂടെ ചേർന്ന് ഈ ബാക്കി 6 ഭാഗത്തിൽ 5 പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് 50% വർക്കേഴ്സ് മാത്രം ഉപയോഗിച്ചാണ് ഈ 6-5 പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ആ GDPയിൽ മാറ്റം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചോദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് പ്രൈമറി സെക്ടേഴ്സ് അത്രയ്ക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. What it means is that there are more people in agriculture than is necessary. So even if you move a few people out, production will not be affected. In other words, workers in the agriculture sectors are underemployed. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ ആവശ്യമുള്ളവരെക്കാളും ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പേരെ അവിടെ നിന്ന് മാറ്റിയാലും പ്രൊഡക്ഷനിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ അണ്ടർഎംപ്ലോയിഡ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, ടേക്ക് ദ കേസ് ഓഫ് സ്മോൾ ഫാമർ ലക്ഷ്മി ഓണിങ് അബൌട്ട് 2 hectares of unirrigated land dependent only on rain and growing crops like jawar or arhar. All 5 members of her family in the plot throughout the year. Why? They have nowhere else to go for work. You will see that everyone is working. No one remains idle. But in fact, their labor effort is get divided. Each one is doing some work, but no one is fully employed. This is the situation of underemployment, where people are apparently working, but all of them are made to work less than their potential. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ലക്ഷ്മി എന്ന് പറയുന്നൊരു ഫാർമറിന് 2 hectare അൺഇറിഗേറ്റഡ് ലാൻഡ് ഉണ്ട്. റെയിൻ വാട്ടറിനെ ആശ്രയിച്ച് മാത്രം ക്രോപ്പ് വളരുകയാണ്. ആ ഫാമിലിയിലുള്ള 5 പേരും ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഈ 5 പേരും വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ലെവലിൽ അവർ വർക്ക് ചെയ്യുന്നത്. എല്ലാവരും കുറച്ച് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഫുൾ പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫുൾ പൊട്ടൻഷ്യലിൽ 2-3 പേർക്ക് വർക്ക് ചെയ്താൽ ബാക്കി 2 പേർക്ക് വേറെ എന്തെങ്കിലും സെക്ടറിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു അണ്ടർ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. This kind of underemployment is hidden in the contrast to someone who does not have a job and clearly visible as unemployed. അപ്പോൾ ഇത് ഒരിക്കലും ഒരു അണ്ടർഎംപ്ലോയ്മെൻറ്റ്, ഈ തരത്തിലുള്ള അണ്ടർഎംപ്ലോയ്മെൻറ്റ് ഒരിക്കലും ഒരു ജോബില്ലാത്ത ആളിന് ഇത് ക്ലിയർലി വിസിബിൾ ആകത്തില്ല. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് കറക്റ്റായിട്ടൊരു അൺഎംപ്ലോയ്മെൻറ്റ്, അവർക്ക് എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, കുറച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് അർത്ഥത്തിൽ അത് അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. Now supposing a landlord, Sukram, comes and hires 1 or 2 members of the family to work on his land. Lakshmi's family is now able to earn some extra income through wages. Since you do not have 5 people to look after that small plot, 2 people moving out does not affect production on their farm. In the above example, 2 people may move out to work in a factory. Once again, the earnings of the family would increase and they would also continue to produce as much from their land. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 5 പേരിൽ 3 പേരെ മാത്രം വർക്ക് ചെയ്യിക്കുക, ബാക്കി 2 പേരെ ഏതെങ്കിലും ഫാക്ടറീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ വേജസ്, അവരുടെ ഇൻകവും ഇംപ്രൂവ്ഡ് ആവും. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്ഷനും കുറയത്തില്ല. There are lakhs of farmers like Lakshmi in India. This means that even if we remove a lot of people from agriculture sector and provide them with proper work elsewhere, agriculture production will not suffer. The income of the people who take up other works would increase the total family income. അപ്പോൾ ലക്ഷ്മിയെ പോലെ ഒരുപാട് ഫാമേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നും ആവശ്യമില്ലാത്ത എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് വർക്കേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമില്ലാത്തവരെ മാറ്റി അവരെ വേറെ എന്തെങ്കിലും തൊഴിൽ കൊടുത്താൽ ആ ഒരു ഫാമിലിയുടെ ഇൻകം തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദിസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ in other sectors. For example, there are thousands of casual workers in the service sector in urban areas who search for daily employment. They are employed as painters, plumbers, repair persons and other doing odd jobs. Many of them don't find work every day. Similarly, we see other people of the service sector on the streets pushing a cart or selling something where they spend the whole day but earn very little. They are doing this work because they do not have better opportunities. ഇനി നമ്മൾ സർവീസ് സെക്ടേഴ്സിലേക്ക് നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ പറ്റും കാഷ്വൽ വർക്കേഴ്സ്, പെയിൻറ്റേഴ്സ്, പ്ലംബേഴ്സ്, റിപ്പയർ പേഴ്സൺസ് ഒക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി വർക്ക് കാണത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ്സിൽ കാർട്ടും അതുപോലെ തന്നെ ഈ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഹോൾ ഡേ അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അവർക്ക് കുറച്ച് മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് അവരെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി കണ്ടന്റ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. താങ്ക് യു.